ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു നല്ലൊരു പെർഫെക്റ്റ് ബിരിയാണിയാണ്. വെക്കാൻ അറിയാത്തവർക്ക് പോലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അതായത് അളവ് മനസ്സിലായി കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ബിഗിനേഴ്സിന് പോലും നല്ല ചോറും നല്ല ബിരിയാണിയും വെക്കാൻ പറ്റുന്നതാണ്. നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും കറക്റ്റ് അളവിൽ പറയുന്നതാണ്. അപ്പം ഇതിപ്പോൾ മസാലകൾ സവാള അരിഞ്ഞ് നമ്മൾ ആദ്യം കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ ഒരു 3 വിസിലൊന്ന് അടുപ്പിച്ചാൽ ഇത് നല്ലപോലെ നമ്മൾ വഴറ്റി സമയം കളയണ്ട. നമുക്കിതുപോലെ ബിരിയാണിക്കുള്ള പെർഫെക്റ്റായിട്ട് വഴന്ന് വരും. അപ്പം നമ്മൾ ഇതിപ്പം 1.5 കിലോ അരിക്ക് ഒരു 2 കിലോ സവാള 2 കിലോ സവാളയാണ് മസാലയ്ക്ക് എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അതിൽ തന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ കുക്കറിൽ തന്നെ ഇടുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം വേറെ ഉരുളിയിൽ ആദ്യം ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഈ സവാള വേവിച്ചതൊന്ന് ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കോഴി ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് പുരട്ടി ഒരു അരമണിക്കൂർ പുരട്ടി വെച്ച ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊരിച്ചെടുത്ത ചിക്കനാണ് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പൊരിച്ച കോഴിൻ്റെ ബിരിയാണിയാണ്. അപ്പം ഇതിപ്പം മസാലയുടെ ഇത്രയായി. ഇനിയിപ്പം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊരിക്കുമ്പോഴും ആദ്യം ഒന്ന് ചൂടാക്കി എടുത്ത് എണ്ണയിലിട്ടാൽ നല്ല പോലെ മൊരിഞ്ഞ് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ചിക്കൻ പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് അപ്പം മസാലയിലോട്ടൊന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. അതിന് തപ്പാല ചെരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. അപ്പം അരി അളന്നെടുക്കാൻ ഞാൻ ഒരു പാത്രം, നമ്മൾ ഏത് കപ്പിനോ പാത്രമോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ അരി എടുത്ത ഈ ഒരു കറിപ്പാത്രത്തിന് നിറച്ച് 2 പാത്രം കറക്റ്റാണ് ഉണ്ടായത്. അപ്പം ഈ 2 പാത്രമാണെങ്കിൽ 4 പാത്രം വെള്ളം. നമ്മൾ നെയ്ച്ചോറോ ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരളവിൽ വെച്ചാൽ എന്തായാലും നല്ല ചോറാവും. ഇതിന് 2 പാത്രം അരിയാണ് വരുന്നത്. അപ്പം ഇതിന് ഇരട്ടി വെള്ളം, അതായത് 2 പാത്രമാണെങ്കിൽ 4 പാത്രം വെള്ളം, 1 പാത്രം അരിയാണെങ്കിൽ 2 പാത്രം വെള്ളം, ഒരു കപ്പ്. അപ്പം 1.5 കിലോ അരിയാണ്, 1.5 കിലോ ആയിട്ട് വരും. ഇതിപ്പം അടുപ്പത്ത് തീയാക്കി ചെരുവം വെച്ചിട്ടുണ്ട്. ഉമ്മ ചോറ് വെക്കാൻ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഓയിൽ ഒഴിക്കും. ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള. അണ്ടിപ്പരിപ്പ് ഞാൻ ലാസ്റ്റ് വഴറ്റിയിടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സവാള മാത്രം ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിത് ആ പാത്രത്തിൽ 4 പാത്രം വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സവാള വഴറ്റുമ്പോഴേക്ക് നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വരണം. സവാള ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ആ വെള്ളം ചേർത്ത് കൊടുക്കണം. 4 പാത്രം വെള്ളമാണ്, 2 പാത്രം അരിയാണ്. കറക്റ്റ് നല്ല നെയ്ച്ചോറാവും ഈ ഒരു രീതിയിൽ വെച്ചാൽ. അപ്പം വെള്ളം ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ നല്ലപോലെ തീ ചിരട്ടയൊക്കെ ഇട്ട് തീ ആക്കിയാൽ മതി. ഗ്യാസിലാണെങ്കിൽ ഒരേ തീ ഉണ്ടാവും, അടുപ്പിൽ തീ കുറയാൻ പാടില്ല. വെള്ളം നല്ലപോലെ തിളക്കണം. അപ്പോഴത്തേക്ക് ഞാൻ അരി കഴുകി ഒന്ന് അരിപ്പയിലിട്ടിട്ടുണ്ട് വെള്ളം വാരാൻ. അങ്ങനെ നല്ലപോലെ തീ കത്തുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളക്കാൻ വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുത്ത് പിന്നെ മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ട. നമ്മൾ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഒരു ടോട്ടൽ ഒരു 20 മിനിറ്റ് എടുക്കും നമ്മൾ നെയ്ച്ചോറാവാൻ. അതിൽ നമ്മൾ ആദ്യം ഒന്ന് അരി ഇട്ടിട്ട് ഇളക്കിയിട്ട് പിന്നെ മൂടി വെക്കും. മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നാരങ്ങ നീരോ അല്ലെങ്കിൽ നാരങ്ങ അരിഞ്ഞോ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കാം. കുറച്ചൊന്ന് വേവാനുണ്ട്. അപ്പം പിന്നെ ഇതിപ്പം 3/4 വേവായി. അപ്പം നെയ്യ് ഒഴിച്ചിട്ട് മുകളിൽ കനലിടാൻ വേണ്ടിയാണ്. നല്ല പെർഫെക്റ്റ് ചോറായി കിട്ടിയിരുന്നു. അടുപ്പിൽ വെക്കുമ്പോൾ ഇതാണ് പുക, ഭയങ്കര പുക വരും. ഇപ്പം മുകളിൽ കനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കനലിട്ട വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഉമ്മ ഇടക്ക് അതിന് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിരുന്നു, ഞാൻ അത് കണ്ടില്ല. അപ്പം ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ചോറായി. ഇനിയിപ്പോൾ മസാലയുടെ പരിപാടിയാണ്. മസാല ഇതും നമുക്ക് വേണമെങ്കിൽ മിക്സും ചെയ്യാം, അല്ല മിക്സ് ചെയ്യാണ്ടും നമുക്കിത് ഇവിടെ മിക്സ് ചെയ്യാണ്ടാണ് എടുക്കുന്നത്. അപ്പം പിന്നെ ചോറ് നല്ല പെർഫെക്റ്റ് ചോറായിട്ടുണ്ട്.